മിഥുൻ സാറേ, അവര് സാറിന് വല്ലതും ചെയ്തോ? എനിക്കൊന്നും പറ്റിയില്ല. സാർ, ആരാ സാറേ അത്? അറിയില്ല, ഏതോ റൗഡികളാണ്. സാറിനൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ഒന്നും പറ്റിയില്ല. താങ്ക്സ്. ആ വന്നത് മറ്റാരുമല്ല മിഥുൻ സാറേ, ജഗദീഷോ. ജഗദീഷോ? അയ്യോ, സാറിന്റെ ചെവിയുടെ പിറകിൽ മുറിവ്, രക്തം വരുന്നുണ്ട്. ഒരു മിനിറ്റ്. ഗുഡ് ഈവനിങ് സാർ. യാ, ഗുഡ് ഈവനിങ്. സുഭാഷ് നഗർ റോഡിൽ എന്റെ കാറൊന്ന് ആക്സിഡന്റ് ആയി. സാർ, സാറിനൊന്നും പറ്റില്ലല്ലോ അല്ലേ? നോ നോ നോ, ഐ എം ഫൈൻ. ഞാൻ ഇവിടെ നിന്നൊരു ക്യാബ് പിടിച്ച് പോക്കോളാം. എന്റെ കാറൊന്ന് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഓക്കെ സാർ. മേഘന, തന്നോടൊരു കാര്യം പറയട്ടെ. എന്റെ ഡാഡി നിന്നെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നിട്ടും ഡാഡി ഏത് നേരം തന്നെ കുറിച്ച് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് എന്തിനാണെന്ന് ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം മനസ്സിലാവാത്തത് ഇപ്പം മനസ്സിലാവാൻ തുടങ്ങി. നിന്റെ കൂടെ ഈ ഒരു ദിവസം സ്പെൻഡ് ചെയ്തപ്പോ ടൈം പോയത് അറിഞ്ഞില്ല. ഡാഡിയുടെ ചോയ്സ് പെർഫെക്റ്റ് ആണെന്ന് ഇപ്പൊ എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഒരുപക്ഷെ തന്നെ കാണാതിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായേനെ. എനിക്കും അങ്ങനെ തന്നെ ഇപ്പോഴും തോന്നുന്നത്. താങ്ക് യു. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡാഡി എനിക്ക് വേണ്ടി കണ്ടെത്തുന്ന ഇന്ന് ഡാഡി വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുക. എന്നാലും ഇത്രയും മെമ്മറബിൾ ഡേ അവസാനിക്കാറായപ്പോഴേക്കും വേണ്ടാത്തൊരു ഡിസ്റ്റർബൻസ്. അവരൊക്കെ റൗഡികളല്ലേ? അതൊക്കെ എങ്ങനെയാണെങ്കിലും ഇന്നത്തെ ദിവസം ശരിക്കും സന്തോഷമായിരുന്നു. അതിന്റെ കാരണം താൻ മാത്രം. അയ്യോ, ഞാൻ യെസ്, ആ റൗഡികളെ അറ്റാക്ക് ചെയ്തപ്പോ നീ എന്നെ സേവ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അങ്ങനെയൊന്നും പറയരുത്. സാറിനെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്ക് കൂടി ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാനങ്ങനെ. എന്നോട് നിനക്ക് അത്രയേറെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ സ്വന്തമാണെന്ന് കരുതാൻ തുടങ്ങി എന്നർത്ഥം.
അവിടെ വെച്ച് ആ വൃത്തികെട്ടവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ട് മേഘന എന്റെ പെണ്ണാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് മാത്രം മതിയല്ലോ എനിക്ക് എന്റെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റാൻ. ഇതാണ് നിന്റെ സ്വഭാവത്തിന്റെ മഹിമ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് മേഘനെ, ഹായ് ആന്റി, ഞാനാണ് മിഥുൻ. അറിയാം മോനെ. എന്റെ ചെറിയമ്മ, എന്റെ ചെറിയച്ഛൻ. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ നാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. എന്തിനാ അങ്ങോട്ട്? കാരണമുണ്ട്, നാളെ എൻ്റെ ബർത്ത്ഡേ. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും വരണം. മേഘനയും കൊണ്ടുവരണം. ഉറപ്പായിട്ട് വരാം മോനെ. ഞാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കും. ഞങ്ങൾ വരാം മോനെ. മേഘനെ, അകത്തോട്ട് വാ. മേഘനെ, ഒരു കാര്യം കൂടി. കുറച്ചു മുമ്പ് നടന്ന ആ സംഭവത്തെക്കുറിച്ച് ആരോടും പറയരുത്. മമ്മീൻ്റെ ഡാഡി ഇതറിഞ്ഞാൽ ഒത്തിരി ടെൻഷൻ അടിക്കും. ഇത് നമുക്കിടയിൽ തന്നെ ഇരിക്കട്ടെ. ശരി, ആയിക്കോട്ടെ. ഞാൻ ആരോടും പറയില്ല. ഓക്കെ. മിഥുനേട്ടന് തന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. ബൈ. അവന്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ തോന്നുന്നില്ല അല്ലേ? ശാലിനി, ഞാനും എന്റെ അമ്മയും പറഞ്ഞത് വല്ലതുമാണോ നീ ചെയ്തിട്ട് വന്നേക്കുന്നേ? അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാ? ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവന് ഇഷ്ടപ്പെട്ടില്ലെന്നും ആ ബന്ധം വേണ്ടാന്ന് പറഞ്ഞിട്ട് വരാനല്ലേ പറഞ്ഞത്? എന്നിട്ട് നീ പറഞ്ഞോ? അത് ശാലിനി,
ഞാനെങ്ങനെ? ഇഷ്ടപ്പെട്ടില്ല എന്ന് എങ്ങനെ പറയുമല്ലേ? നമ്മുടെ വാക്കിനൊന്നും ഒരു വിലയില്ലാത്തോണ്ടാ അത്. അങ്ങനെയല്ല ചെറിയമ്മേ. മിണ്ടിപ്പോവരുത്. നിന്നെ കുറിച്ച് എനിക്ക് അറിയില്ലെന്ന് കരുതിയോടി? ആ ബന്ധം വേണ്ടാന്ന് പറഞ്ഞു വരാനുള്ളേന് അതങ്ങ് ഊട്ടി ഉറപ്പിച്ചിട്ടാണല്ലോ നീ വന്നിരിക്കുന്നേ. ചെറിയമ്മേ, ഏയ്, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ മമ്മിയുടെ വാക്കിന് അല്പമെങ്കിലും വില കൽപ്പിച്ചിരുന്നെങ്കിൽ മിഥുനെ അവിടെ വെച്ച് പറഞ്ഞയച്ചിട്ട് ഒറ്റയ്ക്ക് കയറി വരണായിരുന്നു. പക്ഷെ അവനെയും കെട്ടിപ്പിടിച്ച് കാറിൽ ഇത്ര ദൂരം വന്നത് എന്ത് ധൈര്യത്തിലാടി? എന്നിട്ടും മതിയാവാതെ കാറിൽ നിറങ്ങിട്ട് അവിടെ നിന്നൊരു സംസാരം. എന്തൊരു റൊമാൻസ് ആയിരുന്നു. അവനങ്ങ് പോയി കഴിയുന്നത് വരെ നോക്കി നിൽക്കുകയായിരുന്നില്ലേ? മമ്മി, മിഥുനെയും ഇവളെയും ചേർത്ത് അങ്ങനെ പറയാതെ. നിനക്ക് കേട്ട സഹിക്കില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ഈ പിശാച് അവനെ കെട്ടാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് ഓർക്കണേ. ഞാൻ പറയുന്നതൊന്നും മുഴുവനായിട്ട് കേക്ക് ചെറിയമ്മേ. എന്താ നിനക്ക് പറയണ്ടേ? ആ, ഞാൻ പറയുന്നത് പോലെ നീ കേട്ടാ നിന്റെ ജീവിതം നന്നാവും. ഇത്രയും നേരം അവന്റെ കൂടെ നടന്നതല്ലേ? എന്നിട്ടും അവന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നോ? മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും കാശും പ്രതാപവും ഉള്ളവനല്ലേ വലയിലാക്കാനുള്ള അത്യാർത്ഥിയായിരിക്കും. ചെറിയമ്മേ, ചെറിയമ്മ ആ ചേട്ടനെ കുറിച്ച് പറഞ്ഞതെല്ലാം തെറ്റാ. തീർത്തും അതിന്റെ നേരെ എതിര് സ്വഭാവം ആ ചേട്ടന്. ആ ചേട്ടന് അഹങ്കാരിയൊന്നുമല്ല, ആരെയും ചതിക്കണമെന്നുമില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സല്ലാതെ ആരെയും നശിപ്പിക്കണമെന്നുള്ള ചിന്ത പോലുമില്ല. എന്നുവെച്ചാ അവനെ കെട്ടാൻ നീ തയ്യാറായി കഴിഞ്ഞു എന്നർത്ഥം. ഞാൻ ആ ചേട്ടനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ആ ചേട്ടനെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടില്ല. ഈ കല്യാണത്തിന് സമ്മതമാണെന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം അവന്റെ കൂടെ കറങ്ങിയതും അവൻ സാക്ഷാൽ ശ്രീരാമനാണെന്ന് തോന്നിയെങ്കിൽ അതാണ് നിന്റെ ബുദ്ധിമോശം. സിറ്റിയിലെ ആണുങ്ങളെല്ലാം ഓന്തിനെ പോലെയാ. സാഹചര്യത്തിനൊത്തു നിറം മാറും. അണ്ടിയോട് അടുക്കുമ്പോഴേ പുളി അറിയൂന്ന് നീ കേട്ടിട്ടില്ലേ മേഘനെ? ഇന്നവന് നിന്നോട് വലിയ കാര്യമായിരുന്നിരിക്കാം. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി ജീവിതകാലം പെടഞ്ഞു മരിക്കും നീ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അനുസരിക്കും മേഘനെ. ചെറിയൊരു മോഹമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മായ്ച്ചു കളാ. അരുന്ധതി, ഇപ്പൊ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അവര് വിളിച്ച് പറഞ്ഞുകൊണ്ടല്ലേ അയാളുടെ കൂടെ പോയെ. എന്നിട്ട് ഇപ്പോഴെന്തിനാ അവളെ പേടിപ്പിക്കുന്നു? ഇത് പേടിപ്പിച്ചതല്ല ഡാഡി, അയാൾക്കും മേഘനയ്ക്കും സെറ്റ് ആവില്ലെന്ന് പറഞ്ഞു കൊടുക്കുക. സെറ്റാവുന്നത് അവിടെ നിൽക്കട്ടെ. ഒരു ദിവസം പോലും ഒന്നിച്ച് ജീവിച്ചെന്ന് വരില്ല. അതിനവൻ സമ്മതിക്കേയില്ല. അതൊന്നും ഇപ്പൊ ഇവക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ചേച്ചി എപ്പോഴാ പോയിട്ട് വന്നേ? നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നല്ലോ. എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ചേച്ചി അകത്തേക്ക് വാ. ചേച്ചി എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? വാ, വന്നേ, വാ. അത് കണ്ടോ മമ്മി? നമ്മൾ വിചാരിച്ചത് വല്ലതാണോ നടന്നിരിക്കുന്നേ? ഇനിയെങ്കിലും നിങ്ങൾ ഇതൊന്ന് നിർത്ത്. ഇക്കാര്യം ഇതോടെ അങ്ങ് മറന്നേക്ക്. ചെന്ന് കിടക്കാൻ നോക്ക്. എന്തോ മലമറിക്കുന്ന കരുതിയ ജഗദീഷിനെ പറഞ്ഞയച്ച് അവനും എല്ലാം കൊളാക്കിയെന്ന് തോന്നുന്നു. ബേബി, നീ ഒന്നും ആലോചിച്ച് പേടിക്കണ്ട. നാളെ മിഥുന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ചെന്നിട്ട് എന്ത് ചെയ്യാനാ മമ്മി? അവരുടെ റൊമാൻസിന് സാക്ഷിയാവാനോ? അല്ല, നമുക്ക് അവരെ തമ്മിൽ അകറ്റാം. മേഘനയുടെ മനസ്സിന്ന് മിഥുൻ നല്ലവനാണെന്നുള്ള ചിന്ത തന്നെ അങ്ങ് മായ്ച്ചു കളയാം. ഒരവസരമെങ്കിലും കിട്ടാതിരിക്കോ?
ഈ ബന്ധം നമുക്ക് കൊളമാക്കാനായിട്ട്. ഇവര് തമ്മിലുള്ള ബന്ധം തകർത്ത് നിന്നെ ആ വീട്ടിലെ മരുമകളാക്കാന്നുള്ളത് എന്റെ വാക്കാ. നീ എന്നെ വിശ്വസിക്ക്. ഏട്ടൻ ഇനിയും കാണുന്നില്ലല്ലോ. ഇതെന്താ വലിയ ഏട്ടൻ ഇതുവരെ കണ്ടില്ലല്ലോ. അത് തന്നെയാടാ എനിക്കും മനസ്സിലാവാത്തത്. ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. എനിക്ക് ക്യൂരിയോസിറ്റി അടക്കാൻ കഴിയുന്നില്ല, ഏട്ടന്റെ തീരുമാനം അറിയാതെ. അതെന്ത് തന്നെ ആയാലും ഒരു കാര്യം 2 വട്ടം ആലോചിച്ചിട്ട് അവൻ തീരുമാനം എടുക്കൂ. എന്നാലും ആ തീരുമാനം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആയാൽ മതിയായിരുന്നു. ഏട്ടാ, എത്ര നേരമായി ഞങ്ങൾ ഏട്ടനും കാത്ത് നിൽക്കാന്നറിയോ? എന്തായി? ഏട്ടത്തിന്റെ കൂടെ ഡേറ്റിങ്ങിന് പോയിട്ട് മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മേഘനേട്ടത്തെ ഇഷ്ടപ്പെട്ടു ഏട്ടാ? ഏട്ടത്തെ കുറിച്ചുള്ള ഏട്ടന്റെ ഒപ്പീനിയൻ പറയേട്ടാ. ഒന്ന് പെട്ടെന്ന് പറ. എടാ വിവേകെ, എന്തിനാടാ അവനെങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത്? മിഥുൻ, ആ കുട്ടിയോട് സംസാരിച്ച ശേഷം നിനക്കെന്താ തോന്നിയേ? ഡാഡ്, അത് നിന്റെ അഭിപ്രായം എന്താന്ന് പറമോനെ. അത് കേൾക്കാനാ ഞങ്ങൾ കാത്തിരിക്കുന്നത്. പറയേട്ടാ. മേഘന വളരെ നല്ല കുട്ടിയാ. അവളെ കുറിച്ച് കുറ്റം പറയാനൊന്നും ഉണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ജയേട്ടാ, എന്താ ഇത്? നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ ഫീലിങ്സും അവന്റെ തല വെച്ച് കെട്ടല്ലേ. അവന്റെ അഭിപ്രായം എന്താണെന്ന് അവൻ തന്നെ പറയട്ടെ. നീ പറയും മോനെ, ആത്മാർത്ഥമായി നിന്റെ അഭിപ്രായം പറ. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. മേഘനയെ കണ്ടുമുട്ടിയത് എന്റെ ഭാഗ്യമായിട്ട് തോന്നിയമ്മേ. എവറി മൂമെന്റ് പുതുമയായിരുന്നമ്മേ. ഇതിനേക്കാളധികം ഞാനെന്ത് പറയാനാ? വല്യമ്മേ, കേട്ടോ ഏട്ടൻ പറഞ്ഞത്? ഇത് ഭാഗ്യാന്ന് പറഞ്ഞത് മേഘനേട്ടത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ? കൺജസ്റ്റേട്ടാ. മിഥുൻ, മേഘനയുടെ കാര്യത്തിൽ ഇത്രയും പോസിറ്റീവായ ഒരു ഉത്തരം പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. ഓക്കെ ഡാഡി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മിഥുൻ. മിഥുൻ, എന്തേ മുറിവ്? എന്താ സംഭവിച്ചേ? മോം, അതൊന്നുമില്ല, ചെറിയൊരു മുറിവ്. ചെറുതാന്നോ? എങ്ങനെ സംഭവിച്ചതാ? അത് എവിടെയോ ചെന്ന് തട്ടിയതാ, ശ്രദ്ധിച്ചില്ലായിരുന്നു. മമ്മി ടെൻഷൻ അടിക്കാതിരിക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടല്ല മോനെ. മോം, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വലിച്ച അതൊന്നും കാര്യാക്കണ്ട. മിഥുനായിട്ടിന് മേഘനയെടുത്തിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി പി 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 ഡും ഡും ഡും. നാളെ എൻ്റെ ബർത്ത്ഡേ. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും വരണം. മേഘനയും കൊണ്ടുവരണം. ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞാ മിഥുനേട്ടന്റെ പിറന്നാള് തുടങ്ങാം. ജന്മദിനാശംസകള് വിളിച്ചു പറയണം. ഈ സമയത്ത് ഫോൺ ചെയ്താ വല്ലതും വിചാരിച്ചാലോ?
ചേച്ചി എന്തു പറ്റി? ഉറങ്ങാതെ ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ചാരു, ഞാൻ വെറുതെ. ചേച്ചി എന്തോ ഉണ്ട്, പക്ഷെ അത് ചേച്ചി പുറത്ത് പറയാൻ മടിക്കുന്നു. എന്താന്ന് തുറന്ന് പറ. അങ്ങനെയൊന്നുമില്ല ചാരു. അതിരിക്കട്ടെ, ഇന്ന് മിഥുനേട്ടന്റെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് വിശ്വസ് പറഞ്ഞായിരുന്നോ മേഘനേച്ചി? ഞാനെന്തിനാ വിശ്വസ് പറയുന്നേ? ഇതുവരെ ബന്ധമൊന്നും ഉറപ്പിച്ചിട്ടില്ലല്ലോ. നടക്കാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ. ചേച്ചി ആദ്യം മിഥുനേട്ടന്റെ ബർത്ത്ഡേ വിശ്വസ് പറ. ചാരു, ഇപ്പോഴോ? അതെ ചേച്ചി, ഇപ്പൊ തന്നെയാ പറയണ്ടേ, അതാ ശരി. ഈ സമയത്ത് വിളിച്ച ചിലപ്പോ തെറ്റിദ്ധരിച്ചാലോ ചാരു. അതൊന്നും വേണ്ട, ഞാനെങ്ങും വിളിക്കുന്നില്ല. അതൊന്നും ഇല്ല ചേച്ചി, മിഥുനേട്ടൻ അത് ഹാപ്പി ആവേ ഉള്ളൂ. വേണ്ട ചാരു. ഞാൻ ഫോൺ ഡയൽ ചെയ്തു, ചേച്ചി സംസാരിച്ചേ പറ്റൂ. ചാരു വേണ്ട, വലുതും വിചാരിച്ചാലോ? മേഘനയോ? മേഘന എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? ഹലോ ചേച്ചി സംസാരിക്കേ, ചേച്ചി സംസാരിക്കേ. ഹലോ മേഘന, ഇത് ഞാനാ. എന്താ മേഘന? ചേട്ടന്, മിഥുനേട്ടന് ജന്മദിനാശംസകൾ പറയാൻ വിളിച്ചതാ. മിഥുനേട്ടൻ എന്നും നന്നായിരിക്കണം. താങ്ക് യു മേഘന. സത്യത്തിൽ നീ ഈ സമയത്ത് മറ്റാരെക്കാളും മുമ്പ് വിഷ് ചെയ്യുമെന്ന് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല, സത്യമായിട്ടും. നിന്റെ ശബ്ദം കേട്ടതും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞത് മിഥുനേട്ടനെ സന്തോഷിപ്പിച്ചു എങ്കിൽ താങ്ക്സ്. ശരിക്കുള്ള സർപ്രൈസ് ഇതല്ല. ഇന്നെന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് താൻ വരുമ്പോൾ അതായിരിക്കും ശരിക്കുള്ള സർപ്രൈസ്. ആൻഡ് ഞാൻ ഒത്തിരി സന്തോഷിക്കും. താൻ വരില്ലേ? അത് എന്റെ ചെറിയമ്മയോട് ചോദിക്കണം. അത് ചെറിയമ്മ പറയുന്നത് പോലെയാ. അതിന് അവരോടും വരാൻ പറഞ്ഞല്ലോ. അവരുടെ കൂടെ നീയും വരണം. അത് ഞാൻ കാത്തിരിക്കും. അതുകൊണ്ടല്ല. ഗുഡ് നൈറ്റ്. മേഘന നാളെ വരുമായിരിക്കുമോ? വരണം, വന്നാ നന്നായിരുന്നു.